ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഒരു പ്ലാന്റിൽ, ഒരു ചെടിയിൽ തന്നെ വിവിധ തരം അതിൻ്റെ വെറൈറ്റി പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു ആപ്പിൾ ചാമ്പയിൽ വേറെ ചാമ്പകൾ, വെറൈറ്റി ചാമ്പകളൊക്കെ വേറെ ഉണ്ടല്ലോ. ആ ചാമ്പകളുടെ കട്ടിങ്സ് ഒക്കെ കൊടുന്ന് നമ്മൾ ഒരു ഒരു മദർ പ്ലാന്റ്, ഒരു ചാമ്പയിൽ പലതരം ചാമ്പകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പൊ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, വളരെ സിമ്പിൾ മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. നമുക്ക് ഒരുപാട് പൈസ ചെലവാക്കി നഴ്സറികളിൽ പോയി നമ്മൾ തൈകൾ വാങ്ങിക്കുന്നു, ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങിക്കുന്നു, വെക്കുന്നു, അല്ലേ? ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ. നിസാര ചെലവും മാത്രമേ അതിനുള്ളൂ. ഒരു മുതൽ മുടക്ക് അതിനെ നമുക്ക് വേണ്ടി വരില്ല. കുറച്ച് ടൂൾസ്, ഗ്രാഫ്റ്റിങ്ങിന്റെ കുറച്ച് ടൂൾസ് മാത്രം മതിയാവും ഇത് ചെയ്യാനായിട്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ബ്ലേഡ് മാത്രം മതി നമുക്ക് 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 ആവശ്യമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ റെഡിയാക്കി കിട്ടാനായിട്ട്. നമ്മുടെ ഫ്രണ്ട്സുകളുടെ വീട്ടിലൊക്കെ അത്യാവശ്യം ഫ്രൂട്ട്സുകളും ഒക്കെ ഉണ്ടാവും, നമ്മളെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ആയിട്ട്. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു കട്ടിങ്സ് എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ചെടിയിൽ കൊടുന്ന് വെക്കാം. ഇതിപ്പോ വെസ്റ്റേൺ ചെറിയാണ്, ആപ്പിൾ ചെറി. അപ്പൊ ഇതേപോലെ തന്നെ ഇതിൽ തന്നെ വേറെ ചെറികളാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ചാമ്പയില് വേറെ തരം ചാമ്പകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. മാവാണെങ്കിൽ വെറൈറ്റി മാവുകളൊക്കെ ഒരു മാവുമ്മൽ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഗ്രാഫ്റ്റ് ചെയ്യാം. ആപ്പിൾ ചാമ്പയുടെ ഒരു കട്ടിങ്സ് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാധാരണ ചാമ്പയാണ്. അപ്പൊ ഈ ചാമ്പയിലാണ് ഞാനിപ്പോ ആപ്പിൾ ചാമ്പ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ അതിലുള്ള ശിഖരങ്ങൾ ഒക്കെ കുറേശ്ശെ കട്ട് ചെയ്ത് കളയാം. ഈ കമ്പിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ നീറ്റാക്കി ഇനി ഈ കമ്പിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതിനൊരു ചെറിയൊരു കമ്പുണ്ട്, ഇലകൾ വരുന്ന ഒരു കമ്പ് കണ്ടില്ലേ? ഈ കമ്പിനെ തൊട്ട് താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മള് ആപ്പിൾ ചാമ്പയുടെ തൈ കട്ടിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കട്ടിങ്സ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് സാധാരണ ഒരു ബ്ലേഡ്, ഈ ബ്ലേഡ് കൊണ്ട് നമ്മൾ ഇതിന്റെ നടു ഒന്ന് കീറണം. അപ്പൊ ഇനി നമ്മള് ഇതിന്റെ നടുവില് സെൻട്രലിൽ വെച്ചിട്ട് നമ്മൾ ഈ ബ്ലേഡ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്യുക. 2.5 ഇഞ്ച് അടിയിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി കൊണ്ടുവരണം. ഇനി നമ്മള് ഈ ആപ്പിൾ ചാമ്പയുടെ കട്ടിങ്സ് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കാം കേട്ടോ. ഒരു 2 സൈഡിൽ നിന്നും നമ്മള് അങ്ങനെ മാറ്റണം. ഇതിന്റെ തൊലി 2 സൈഡിൽ നിന്നും മാറ്റി ഒരു വി ഷേപ്പിലാക്കി കൊണ്ടുവരണം. നമ്മൾ ഇത് ചെയ്യുമ്പോൾ, ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന്റെ ടൂൾസുകളെല്ലാം നല്ല നീറ്റ് ആയിരിക്കണം. ഡക്ടോളിലോ അതുപോലെ വേറെ എന്തെങ്കിലും ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റാക്കി അതിൽ മുക്കിയിട്ട് വേണം ക്ലീൻ ചെയ്യണം. ഇത് ഫംഗസ് ഒന്നും വരാൻ പാടില്ല, അതിനാണ് അത് പ്രത്യേകം. ഇതിന്റെ എല്ലാ ടൂൾസും നല്ല രീതിയിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അത് വി ഷേപ്പിൽ നമ്മൾ ഇപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യും. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെത്തി വരുമ്പോ ഈ അറ്റത്ത് എത്തുമ്പോ ഒന്നും കൂടി ഇതിന് കനം കുറയ്ക്കണം. കണ്ടല്ലോ? അപ്പൊ സംശയമൊന്നും ഇല്ലല്ലോ ആർക്കും. ഇനി നമുക്ക് ഇതിനെ, ഈ കട്ടിങ്സിനെ അതിൽ വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ കട്ടിങ്സിനെ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ ആദ്യം കണ്ടല്ലോ, ബ്ലേഡ് കൊണ്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇതിനെ പതുക്കെ അങ്ങനെ നമ്മൾ ഇറക്കി ഫിറ്റ് ആക്കി കൊടുക്കണം. ഇങ്ങനെ നല്ല പോലെ ഇറക്കി ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്.
ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിപ്പോ ഈ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കെട്ടിക്കൊടുക്കാൻ പോണത്. കണ്ടില്ലേ, ഇത് വലിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഇങ്ങനെ നീണ്ടു വരും. ഇത് കണ്ടോ, ഈ സാധനത്തെ ഇങ്ങനെ നല്ല പോലെ നീണ്ടു വരും. കണ്ടില്ലേ, ഇതുകൊണ്ടാണ് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ കെട്ടിക്കൊടുക്കാം. പഠിക്കണം കേട്ടോ എല്ലാവരും. ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് കാണിക്കണം. അവരാരുടെ വീട്ടില് ഒരു ചാമ്പേമിൽ നമുക്ക് എത്ര വെറൈറ്റി ചാമ്പകൾ നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. നല്ല മുറുക്കനെ നമ്മളിങ്ങനെ ചുറ്റി ടൈറ്റ് ആക്കി നിർത്തണം. വെള്ളമൊന്നും ഇറങ്ങരുത്. അപ്പൊ അങ്ങനെ രീതിയിലായിട്ട് നമ്മളിങ്ങനെ ചുറ്റി മുറുക്കി ശരിയാക്കണം. നമ്മള് ഇത് കയ്യിന്റെ വിരലൊന്ന് വെച്ചിട്ട് ഇതിനകത്തിൽ കൂടെ ഇത് എടുത്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടാട്ടോ. ഇങ്ങനെ നന്നായി വലിച്ച് മുറുക്കുക. അപ്പൊ അതവിടെ ടൈറ്റായി. അപ്പൊ ഈ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഒന്നും കൂടി ഇതിന്റെ മുകളിൽ ഞാൻ വലിക്കാതെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക. അത് നമ്മൾ നന്നായി വലിച്ച് നീട്ടി അല്ല ചെയ്തത്. ഇപ്പൊ അത് വേണ്ട, അല്ലാതെ തന്നെ ഇതിങ്ങനെ പരത്തി വെച്ച് ഇങ്ങനെ വലിച്ച് കെട്ടിക്കൊടുക്കുക. വളരെ സിമ്പിളാട്ടോ. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പാടാണെന്ന്. പക്ഷെ അല്ല, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒത്തിരി ഫ്രൂട്ട്സ് മരങ്ങള് ഒരു പ്ലാന്റുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഒരു ആപ്പിൾ ചാമ്പ എത്ര വെറൈറ്റി ആപ്പിൾ ചാമ്പ, അതുപോലെ മാവായാലും ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ചുറ്റി വന്നു. ഇനി നമ്മൾ അവസാനം എത്തിക്കഴിഞ്ഞാൽ ഇതിനൊന്ന് വലിക്കുക. നേരത്തെ പോലെ നമ്മൾ കെട്ടിക്കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വിരലൊന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് മുറുക്കി കെട്ടണം. ശരിയായിട്ടില്ല. അപ്പൊ അങ്ങനെ മുറുകി. ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഫിനിഷ്. ഇത്രയുള്ള വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ സാധാരണ നമ്മളെ വെള്ള ചാമ്പേമലാണ് ഞാൻ തായ്ലൻഡ് ആപ്പിൾ ചാമ്പ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഗ്രാഫ്റ്റിങ് ഇപ്പൊ രണ്ടെണ്ണത്തിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് അവിടെയും ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒന്നിതാ ഇതിലും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ആപ്പിൾ ചാമ്പയാണ്. ഈ ആപ്പിൾ ചാമ്പയില് 3 തരം ചാമ്പയാണ് ഞാനിപ്പോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടേ, 1, നെക്സ്റ്റ് ഇതാ 2, ദെൻ 3. കണ്ടല്ലോ, 3 വെറൈറ്റി ചാമ്പയാണ് ഞാൻ ഈ തായ്ലൻഡ് ആപ്പിൾ ചാമ്പയില് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഗ്രാഫ്റ്റിങ്ങിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്നും കരുതുന്നു. കാരണം ഞാൻ ചെയ്യുന്നത് അത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടും പറഞ്ഞു തന്നിട്ടുമുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഒരു ബ്ലേഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ട കാര്യമില്ല. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടിപൊളി ഇതിലും നല്ലൊരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.